ദൈവ തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. May God's glorious name be praised. ഇങ്ങനൊരു അവസരം ഒരുക്കിയതിനാൽ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. I greet all the office bearers, my gratitude for giving me this opportunity. അനുഗ്രഹിക്കപ്പെട്ട മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് രേഷ്മ സംസാരിക്കുകയുണ്ടായല്ലോ. Reshma has spoken about the blessed mission work. വിഷനോടുകൂടി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. May God help all of us to work with missions. ഇന്നത്തെ പ്രത്യേക നിലപാടനുസരിച്ച് മിഷൻ ചലഞ്ച് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിഷൻ, മിഷൻ, മിഷനറി എന്ന 3 ടേംസിനെ ആസ്പദമാക്കി ക്ലാസ് രൂപേണ എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. I'm thinking about taking a class on vision, mission and missionary. എന്നാൽ പരിമിതമായ സമയവും ആ വിഷയം എലാബറേറ്റ് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അവേഴ്സ് വേണം, അത് ദിവസങ്ങൾ വേണം. അതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ സമയോചിതമായിട്ട് ക്ലാസ് രൂപേണ മറ്റ് ആരാധനാ ദിവസമല്ലാതെ സംസാരിക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയും എന്ന് ഞാൻ കർത്താവിൽ ഓർക്കുന്നു. This is a huge topic which cannot be finished in one session. So I am hoping in the Lord that I will be able to take classes on other days which is not Sunday. ദൈവത്തിന് മഹത്വം. May God's name be glorified. ഞാൻ ഭൂട്ടാനിൽ ആദ്യമായി ചെല്ലുമ്പോൾ ഭൂട്ടാനിൻ്റെ അകത്ത് പ്രവേശിക്കുവാൻ സാധ്യമല്ല. When I first went to Bhutan, it was not possible for us to get inside the country. ഓർപ്പിച്ചതുപോലെ 75 വർഷങ്ങൾക്ക് മുമ്പ് 75 years 1975. It was in the year 1975. ഇന്ന് അടുത്ത ജൂലൈ ആകുമ്പോൾ എൻ്റെ ശുശ്രൂഷയുടെ 50-ാം വർഷം വരികയാണ്. In next July will be the 50th year of my ministry. Praise the Lord. Hallelujah. ഞാൻ അവിടെ ചെന്നു. ഇപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ ക്രിസ്ത്യൻസ് ആണെന്ന് അറിഞ്ഞാൽ രാജകീയ ഭരണമാണ്. അവരുടെ വെള്ളം ബ്ലോക്ക് ചെയ്യും, അവരുടെ വിദ്യുച്ഛക്തി ബ്ലോക്ക് ചെയ്യും, അവരെ ആ രാജ്യത്തു നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യും. The rule in Bhutan is a monarchy. If they come to find out that a person is Christian, they will block the electricity, water, and they will be banished from the kingdom. അതിൻ്റെ നമ്മൾ അതിനകത്ത് കുറച്ച് പടങ്ങളുണ്ട്, നിങ്ങൾ കാണുക. I have placed some pictures at the back. You can look at them later. അണ്ടർഗ്രൗണ്ട് ചർച്ചസിലാണ് അവർ ആരാധിക്കുന്നത്. They are worshipping in underground churches. അത് അങ്ങോട്ട് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകുന്ന വലിയ ഒരു മല അരിഞ്ഞുള്ള വഴിയുടെ ഏറ്റവും അടിവാരത്ത് ചെറിയ കുടിൽ കെട്ടും. They will make small huts on the way to the capital city. ആ കുടിലിൽ ആദ്യം അവരുടെ കിച്ചൺ, അത് കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം, അത് കഴിയുമ്പോൾ ഈ സൗണ്ട് പ്രൂഫായി പടുതായിട്ട് സൗണ്ട് പ്രൂഫാക്കിയ ഒരു ചെറിയ ഹോള്. First there will be a kitchen and a living room, and after that there will be a small hall which has been made soundproof. അതിനകത്ത് 10-40 പേരിരുന്ന് ആരാധിക്കുന്നു. About 30 to 40 people will gather and worship God. 1 by 1 ആയിട്ട് വരുന്നു, 1 by 1 ആയിട്ട് പോകുന്നു. They will not all come together, they'll come sporadically and leave the same way. Praise the Lord. Hallelujah. ആ കണ്ടീഷൻ ആയിരിക്കുന്നു. എന്നാൽ ഞാൻ അവിടെ ചെന്ന് ഈ ഭൂട്ടാൻ്റെ അകത്ത് പ്രവേശിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെയുള്ള നമ്മുടെ ആൾക്കാർ എന്നെ വിലക്കി. When I wanted to go to Bhutan, some of our people who were already there, they forbade me to come. ആമേൻ. ഞാൻ അവരോട് പറഞ്ഞു, I told them, the great commission with me. The great commission of Jesus is with me.
I will go and preach the gospel. ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കും. Praise the Lord. Hallelujah. I went and preached the gospel, the city of Bhutan, Thimphu. ടിംബു എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ ഞാൻ പോയി സുവിശേഷം പ്രസംഗിച്ചു. Praise the Lord. Hallelujah. അതിൻ്റെ അക്കരെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവിടെ രാജാവിൻ്റെ പാലസ്, അടുത്ത ഓപ്പോസിറ്റിൽ രാജാവിനെ വാഴിക്കുന്ന ടെമ്പിൾ. On the opposite side of where I preached is the king's palace, and near that is the king's temple. അതിന് ബിറ്റ്വീൻ ദാറ്റ് പട്ടാള ക്യാമ്പ്, പോലീസ് ക്യാമ്പ്. And in between these two there is the army camp and the police camp. രാവിലെ ആരംഭിക്കുന്ന വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച യോഗം മീറ്റിംഗ് പിറ്റേ ദിവസം 6 മണിക്കാണ് നിർത്തുന്നത്. The meeting that started at 7 p.m. ended at 6 a.m. the next morning. Praise the Lord. Hallelujah. ധാരാളം ആളുകൾ പട്ടാള ക്യാമ്പിൽ നിന്നും പോലീസ് ക്യാമ്പിൽ നിന്നും വന്ന് അതേ ഭൂതങ്ങൾ വിട്ടുപോയി രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. Many people came from the police camp and the army camp. The demons left them and they got saved. ഒരു വിച്ച് ക്രാഫ്റ്റ് സ്ത്രീ അവരുടെ 8 മക്കളുമായി വന്ന് ഈ വിച്ച് ക്രാഫ്റ്റ് എല്ലാം അതിൻ്റെ പുസ്തകങ്ങൾ എന്നെ കൊണ്ട് തന്നെ എരിപ്പിച്ച് കളഞ്ഞ് ദൈവകൃപയിൽ വന്നു. അതേ 45 പേര് അന്ന് രക്ഷിക്കപ്പെടുവാനിടയായി. A witch came with 8 of her children and all their magic books, and she asked me to burn all those books, and many people were saved on that day. Praise the Lord. Hallelujah. അവരെ 18 പേരെ ഇന്ത്യയിൽ ബോർഡറിൽ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി വിട്ടു. അതാണ് ആദ്യത്തെ സ്നാനം അവിടെ. And 18 of them were brought to the border in India, and they were baptized in India and sent back to Bhutan. പിശാചളകുന്നത് കാണണമെങ്കിൽ അന്ന് അവിടെ വരണമായിരുന്നു. If you wanted to see demons manifesting, you should have been there. Praise the Lord. Hallelujah. അങ്ങനെ ദൈവം സഹായിച്ച ആരംഭിച്ച ആ മിഷണറി ദൗത്യം ആ നിലയിൽ പ്രവർത്തിക്കുവാനിടയായി തീർന്നതിൻ്റെ എൻ്റെ കാഴ്ചപ്പാട് ലഭിച്ചത് കാശ്മീരിൽ വെച്ചാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഗ്രൂപ്പിൽ പറയുണ്ടായി. I got the vision for this mission when I was in Kashmir, and I mentioned this in a past meeting. Praise the Lord. അതേ ദിവസങ്ങളോളം ആഹാരമില്ല, പുഴുവീഴുന്ന വീട്ടിൽ താമസിച്ച് പച്ചവെള്ളവും കണ്ണിമാങ്ങായും മാത്രം അതേ കഴിച്ചുകൊണ്ട് ഹിൽ കയറി കർത്താവിനെക്കുറിച്ച് പറഞ്ഞു. I was living in a hut that is infested with worms, with having only tender mangoes and water for food. And I climbed many hills proclaiming the gospel of Jesus. അവർ പറഞ്ഞു, യേശു എന്നുള്ളത് കല്ലാണോ മണ്ണാണോ മരമാണോ എന്ന് അറിയത്തില്ല. We don't know if Jesus is a stone or a tree or whatever. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, അതെ, ഞങ്ങൾക്ക് ധാരാളം 75,000 റെഫ്യൂജി കിടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്ത്. ധാരാളം ഫ്രണ്ട്സ് ഈ ക്യാമ്പിലുണ്ട്. അവർ തമ്മിത്തല്ലുന്നു, പുകവലിക്കുന്നു, മദ്യപിക്കുന്നു. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നിങ്ങളിൽ കാണുന്നു. We have about 45,000 refugees living here. They drink and smoke and fight with each other, but we see something different in you. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഈ വിധത്തിലാക്കിയ യേശുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. So we love you and love the Jesus Christ who made you in this manner. നമ്മളാണ് സുവിശേഷം. We are the gospel. നമ്മളാണ് സുവിശേഷം. We are the gospel. അതെ, അതിൻ്റെ ഫലമായിട്ട് ഒരു കള്ളുകൂടി അതുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വെച്ച് എനിക്ക് ഇങ്ങനെ ഇടയായി തീർന്നു. യേശു പറഞ്ഞതുപോലെ നഗരത്തെ കണ്ടിട്ട് അവന് അനുകമ്പ തോന്നി. അവൻ ഇങ്ങനെ പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, ദ ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റിയോസ് ബട്ട് ദ ലേബേഴ്സ് ആർ ഫ്യൂ. Jesus looked at the city and said, there is plenty of harvest, but the laborers are few. അവിടെ വെച്ച് ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. I dedicated my life for full time ministry quoting this verse. ആ മിഷനാണ്
എന്നെ വിഷനിലേക്ക് കൊണ്ടുവന്നത്. It is that vision that made me to missions. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, ഇവിടെ നിന്ന് പോയ കുഞ്ഞുങ്ങൾ മിഷനിൽ ചെന്നപ്പോഴാണ് വളരെ വിഷൻ പ്രാപിക്കുവാനിടയായി തീർന്നത്. When they went for missions, they got a vision for that. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭൂട്ടാനിലാണെങ്കിലും ചിലരെ സ്നാനപ്പെടുത്തിയ ശേഷം പരസ്യയോഗം ഭൂട്ടാൻ ഗേറ്റിങ്കൽ ആരംഭിച്ചു. I started a public meeting at the gate of Bhutan after baptizing the new converts. പല സമുദായത്തിൽ നിന്ന് വന്നവരായിരുന്നു. പക്ഷേ പിന്നെ എന്നോട് പറയുകയാണ്, എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ പോകണം. There were people who came from different religions, but they told me that we should have meetings like this every day. ഞാൻ ആരാധനയ്ക്കൊരു കോട്ടം വരാത്ത വിധത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ചെറിയ സന്ദേശമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്ലാസ് രൂപേണ എടുക്കത്തക്ക വിധത്തിൽ ഞാൻ ലിസ്റ്റ് ചെറുതായിട്ട് പ്രാർത്ഥിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. I want to give a small message about missions, and I have prepared a program to take it as a class. Praise the Lord. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ്. Matthew chapter 4 verse 12 for our brief meditation this morning. അതിന് മുമ്പായിട്ട് before that നമ്മളിവിടെ കാണുന്നു വിഷൻ മിഷനറി എന്ന് കാണുന്നു. We see about mission, vision and missionary. ആരാണ് മിഷനറി? Who is a missionary? അതിന്റെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I want to say one thing about that. അതെ, നമുക്കറിയാം മാൻഡേറ്റ് എന്ന ഒരു വാക്ക് നമുക്കറിയാം. ദൈവത്തിന്റെ കൽപ്പന. ദൈവത്തിന് സ്തോത്രം. അതിന് കൊടുത്തിരിക്കുന്ന ഒരാശയം മലയാളത്തിൽ കർത്താവിൻ്റെ ദാസനായതുകൊണ്ട് പറയാം, കാര്യനിയോഗ കരാർ. It is an agreement from God to man. Praise the Lord. അല്ലെങ്കിൽ അതെ അതോറിറ്റി ഉള്ള അതേ പത്രം. An authorization letter. Praise the Lord. Hallelujah. ഇന്ന് ഈ വിഷയത്തിൽ കൂടി ഓർപ്പിക്കുവാൻ കഴിയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, ദ ഗ്രേറ്റ് മിഷണറി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവാണ്. The greatest missionary that there is our Lord and Savior Jesus Praise the Lord. അതെ, മാൻഡേറ്ററി എന്ന് ഉള്ളതിൻ്റെ അർത്ഥം കാര്യനിയുക്തൻ എന്നാണ്. Somebody who is entrusted with an authority for one thing. Praise the Lord. Hallelujah. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സഭയുടെ റെക്കമെൻഡേഷനിൽ ദൈവസഭ കുഞ്ഞുഞ്ഞമ്മ സഹോദരിക്ക് ഒരു അതോറിറ്റി ലെറ്റർ കൊടുക്കുവാനിടയായി തീർന്നു. Sister Kunyinyama was given a letter of authorization on the recommendation of this church. Praise the Lord. Hallelujah. ഞാൻ അന്നേരം ചോദിച്ചു, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഭൂട്ടാനിൽ പോയപ്പോൾ 7 പേർക്ക് ഞാൻ അതോറിറ്റി ലെറ്റർ കൊടുത്തു, അഥവാ ക്രെഡൻഷ്യൽ കൊടുത്തു. Last time I went to Bhutan, I was able to give 7 people credential letters. അതിൽ 2 പേര് സ്ത്രീകളായിരുന്നു. And 2 of them were women. അവർക്ക് ആ ക്രെഡൻഷ്യൽ ബൈബിൾ വുമൺ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. They were given the credential of the designation Bible woman. അതെ, അതിൽ ഒരു സഹോദരി ഗധു എന്ന് പറയുന്ന ഭൂട്ടാൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് കഫേ എന്നും പറഞ്ഞുകൊണ്ട് ഈ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു ചെറിയ പ്രസ്ഥാനം തുടങ്ങി. This one sister started a computer school within Bhutan. അവരെല്ലാവരും, അവിടെ വന്നവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. All the people who came to study computers were saved and baptized. അവിടെ ഒരു ചെറിയ കൂട്ടായ്മ ആരംഭിച്ചു. They started a small fellowship. അവളുടെ ഫാദർ ഒരു പ്രായം ചെന്ന ഒരാളാ, അദ്ദേഹമാണ് ഇത് ലീഡ് ചെയ്യുന്നത്. Her father is an aged person and he's the one who is leading that congregation. മറ്റൊരാള് ഈ
സ്റ്റുഡൻസിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. There's another person who is working among the students. അവർക്ക് അതോറിറ്റി ലെറ്റർ കൊടുത്തു. ആ ലെറ്ററിൽ ടു preach and teach. They were also given authority letters authorizing them to preach and to teach. ഇപ്പോഴും രണ്ടുപേരുടെ അതോറിറ്റി ലെറ്ററുമായിട്ടാണ് പോകേണ്ടത്. 3 പേർക്ക് ഇനിയും പോയി കൊടുക്കേണ്ടതുണ്ട്. I have to give authority letters to 3 more people. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത്രയും ഓർപ്പിച്ചത്, അതേ, ഒരു മിഷണറി എന്ന് പറയുന്നത് Someone who is called a missionary, അതേ, ഒരു കാര്യനിയോഗ പത്രികയും കാര്യനിയോഗ കരാറുമായി ഒരു രാജ്യത്തിൽ നിന്ന് ആ നിയോഗം അനുസരിച്ച് മറ്റൊരു രാജ്യത്ത് പോയി അതേ ദൈവിക ദൗത്യം പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് മിഷണറി എന്ന് വിളിക്കുന്നത്. a missionary is a person who goes from one country to another country with an authorization letter to preach the gospel of Jesus Christ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവാണ് അതിൻ്റെ ഏറ്റവും ഉദാഹരണം. Jesus Christ is the best example of a missionary. നമുക്കറിയാം, യെശയ്യാപ്രവചനം 6:8 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. We അതെ, read in Isaiah chapter 6 verse 8, ഞാൻ ആരെ അയക്കേണ്ടു, who shall I send? നമുക്ക് വേണ്ടി ആർ പോകും? Who shall go for us? അതെ, വിഷൻ കണ്ട്, അശുദ്ധി കണ്ട്, ഒഴിഞ്ഞ സിംഹാസനം കണ്ട്, ഒഴിയാത്ത സിംഹാസനം കണ്ട്, ആരാധന കണ്ട്, അശുദ്ധി കണ്ട്, അശുദ്ധിയെ മാറ്റുവാൻ തക്കവണ്ണം യാഗപീഠത്തിലെ കൊടിൽ കൊണ്ട് നാവ് തൊടിയിച്ച് ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ കേൾക്കുന്ന ശബ്ദമാണ്, നമുക്ക് വേണ്ടി ആർ പോകും? When Isaiah saw God in all his glory, he realized how unclean he was. Praise the Lord. The angel of the Lord touched his tongue with an ember from the altar and cleansed him, and that is when he heard this message. ഇന്ന് പകൽക്കാലവും ഇവിടെ മുഴങ്ങുന്ന ശബ്ദം, ദൈവശബ്ദം, നമുക്ക് വേണ്ടി ആർ പോകും? Even this morning, what we hear from the presence of God is, who shall go for us? യെശയ്യാ പറയാണ്, Here I am Lord, ഞാനിതാ, എന്നെ അയച്ചാൽ. Here I am, send me, O Lord. That's what Isaiah said. ദൈവവിളിയുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാണ്? അവരെ ദൈവം ഉപയോഗിപ്പാൻ ഇവിടെ മിഷനായിട്ടും മറ്റ് രാജ്യങ്ങളിൽ മിഷണറിമാരായിട്ടും ഉപയോഗിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്. If you respond to the call of God, God is faithful to use you as a missionary here or abroad. Praise the Lord. Hallelujah. അതെ, യോഹന്നാന്റെ സുവിശേഷം 17:18 നമ്മൾ വായിക്കുന്നു, കർത്താവ് പിതാവിനോട് പറയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നു, നിന്റെ വചനം ഞാൻ ഇവിടെ നിവർത്തീകരിച്ചിരിക്കുന്നു. In John chapter 17, Jesus said, you have sent me, I have given the word that you given to me, and I have fulfilled what you sent me for. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു മിഷണറിയായിട്ട് ആ ദൗത്യം നിവർത്തീകരിപ്പാനാണ്. Father God sent his only son Jesus Christ to this world to fulfill his commission as a missionary. Praise the Lord. എങ്ങനെ ഇവിടെ വന്നു? ഞാനൊക്കെ എടുക്കണം. ഇവിടെ പാടിയപ്പോൾ ഓർപ്പിച്ചു, പിന്നെ പ്രോമിസ് കീപ്പർ, ലാസ്റ്റ് പറയുന്നു, ലൈറ്റ് ഇൻ ദ darkness. The choir was singing that he is a promise keeper, he is a way maker, and he is a light in the darkness. Praise the Lord. അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ഡാർക്ക്നെസ്സിൽ, ഈ ഡാർക്ക്നെസ്സെ ലൈറ്റാക്കി മാറ്റുവാനാണ് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. Jesus came to do away with the darkness and to bring light into this world. അതാണ് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. That is the commission that is given to Jesus. അതിനു വേണ്ടി എന്ത് ചെയ്തു? What did you do for that? നമുക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ വായിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ ഭാവം തന്നെ
നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. When we read Philippians chapter 2 verse 5, we read, let the same mind that was in Christ be in you as well. Praise the Lord. Hallelujah. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, While he was in the form of God, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ. he did not want to hold on to the equality with God. ആമേൻ. ദാസവേഷമെടുത്തു. He took on the servant's form. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. He became a man. തന്നെത്താൻ താഴ്ത്തി. He humbled himself. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അരിശനമുള്ളവനായി തീർന്നു. To the death on the cross, he became obedient to the Father. എന്നാൽ ദൈവം അവനെ ഉയർത്തി. So therefore God raised him, ആമേൻ. exalted him. ദൈവിക ദൗത്യം ഏറ്റെടുത്ത് താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. If we receive the command and we obey the command of God, he will exalt us. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many people believe that? ദൈവസന്നിധിയിൽ ദൈവാജ്ഞയ്ക്ക് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ആമേ ഉയർത്തുന്ന ഒരു സ്വർഗം നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാമല്ലോ. If you believe there is a heaven that will exalt you, if you humble yourself before the command of God, worship him and praise. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. The presence of God is among us. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many people believe that? Praise the Lord. Hallelujah. വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. God who never goes back on his word is walking among us. ദൈവത്തിനു മഹത്വം. Praise be to God. അതുപോലെ തന്നെ നമ്മള് 2 കൊരിന്ത്യർ 8:9 വായിക്കുമ്പോൾ, When we read 2 Corinthians 8 and verse 9, 2 Corinthians 8:9, നമ്മുടെ കർത്താവായ ക്രിസ്തു സമ്പന്നനായി ഇരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ആമേ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. because of our Lord Jesus Christ was made poor even though he was rich. And we know the grace of God, of our Lord and Jesus Christ, hallelujah, through poverty that we might become rich. നിങ്ങളെ സമ്പന്നരാക്കേണ്ടതിന്, So that we may become rich. സമ്പന്നനായ ക്രിസ്തു Jesus Christ was rich, ദരിദ്രനായി തീർന്ന made himself poor. കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. We know that grace of God. നാം ദരിദ്രരായിരുന്നു, We were poor. നാം അതേ അന്ധകാരത്തിലായിരുന്നു, We were in darkness. നിരാശയിലായിരുന്നു, We were despondent. Praise the Lord. Hallelujah. ഏതെല്ലാം രംഗങ്ങളിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തി പറയാൻ സമയമില്ല. ദൈവത്തിനു സ്തോത്രം. നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് സ്വർഗമഹിമ വെളിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത വലിയ മിഷനറിയാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ പറഞ്ഞ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Jesus Christ is the greatest missionary who left the heavens, the glory of the heavens, to come down to make us rich when we were poor. Praise the Lord. Hallelujah. അത് പറയുന്നു. അവൻ ആരാണ്? 1 തീമോത്തി 6:15-16 പറയുന്നു, ഇങ്ങനെ പറയുന്നു. 1 Timothy 6 chapter 5, verse 15, it says like this. Praise the Lord. Hallelujah. ധന്യനായ ഏകാധിപതി, He's രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ, He is the Lord of, അമർത്യതയുള്ളവൻ, He is the Lord of lords and the King of kings, hallelujah, and the eternal God. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, He lives in a light that we cannot approach, മനുഷ്യരാരും കാണാത്തവൻ, that no human being has seen. കാണാൻ കഴിയാത്തവൻ, That is an invisible God. ഈ വലിയ ദൈവം This great God, ഈ നഷ്ടപ്പെട്ട ലോകത്തെ He came to this fallen world ഉയർത്തിയെടുക്കുവാൻ, to lift up this world. അതേ യഹൂദ്യയിലുള്ള In Judea, ഒരു കൊച്ചു പെൺകുട്ടിയുടെ in the womb of a young woman, പ്രൈസ് ദി ലോർഡ്, ഉദരത്തിൽ
ആമീ ചെറിയവനായി തീർന്നു. He became a small baby in her womb. Praise the Lord. എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ, To redeem you and me. നഷ്ടപ്പെട്ട ലോകത്തെ വീണ്ടെടുക്കുവാൻ To redeem this lost world. വലിയ കർത്താവ്, A great God. ഇന്ന് മതേശ്വരയാണല്ലോ. Today is കർത്താവിന്റെ Mother's ദാസൻ നന്നായിട്ട് ഇന്നലെ സംസാരിച്ചു. And the servant of God spoke about Praise that the yesterday. Lord. Hallelujah. Hallelujah. ആ ചെറിയ ഉദരത്തിൽ വലിയ കർത്താവ് വന്ന് Praise the Lord, ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. That great God was born as a man in that young woman's womb. അതാണ് പറഞ്ഞിരിക്കുന്നത്. Praise the Lord. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. Everyone who believed him and received him, he gave the authority to become children of God. 3:16 John 3:16. Praise the Lord. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ അതെ നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that whoever believeth upon him have everlasting life and should not perish. ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ. World means you എത്ര and പേർക്ക് me. പറയാൻ കഴിയും? How many people can say that? എന്നെ വിടുവിക്കുവാൻ, To deliver me, എന്റെ അന്ധകാരം മാറ്റുവാൻ, to remove my എന്റെ darkness, കുടുംബത്തിലെ അന്ധകാരം to മാറ്റുവാൻ, remove the darkness from എന്റെ my family, തലമുറയുടെ അന്ധകാരം മാറ്റുവാൻ. to remove the darkness to my Praise the Lord. descendants. എന്റെ വലിയ കർത്താവ് My great God, അവൻ എന്നെ സ്നേഹിച്ചു, he loved me. തന്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചു. He sent his only begotten son to Praise this the earth. Lord. എന്നെ Hallelujah. വീണ്ടെടുത്തിരിക്കാൻ ഞാൻ കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുമെന്ന് പറയുവാൻ എത്ര പേർ തുനിയും? ദൈവത്തെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. I will give him the sacrifice of praise because he has delivered me and redeemed me. Praise the Lord. Hallelujah. നമ്മൾ വായിച്ച വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. Let me come back to the verse where we started. Praise the Lord. മത്തായി 5 Matthew chapter 5. 4:12. Matthew chapter 4 verse 12. Praise the Lord. ഒരു വാക്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. One more verse I want to remind you. കൊലോസ്യ ലേഖനം 1:26. Colossians 1:26. Praise the Lord. അതേ തലമുറകൾക്ക് അതോടെ വന്ന് കൊലോസ്യ 1:26. Colossians 1:26. അത് പൂർവകാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. Though it was a mystery that was not revealed, now it has been revealed to us. അവരുടെ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. God was pleased to reveal that mystery among the Gentiles. ഈ മർമ്മം അറിയിപ്പാൻ എന്നോട് ഇഷ്ടം തോന്നിയ ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. I praise God for giving me this authority to reveal this ആ mystery. മഹത്വത്തിന്റെ അതേ മർമ്മം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ. The mystery of that glory is that the hope of glory, Jesus Christ lives within ആ me. മിസ്റ്ററി എന്റെ ഉള്ളിൽ ക്രിസ്തു വന്നു. That mystery is that Jesus lives within me. ആ ക്രിസ്തു വന്നതിനാൽ എന്റെ അകത്തെ ഇരുട്ട് മാറ്റി. Because he came, he removed the darkness Praise the within Lord. me. ഇന്ന് ലോകം ഇരുട്ടിൽ തപ്പിത്തടയുമ്പോൾ വെളിച്ചം കിട്ടിയ ദൈവമേ നിനക്ക് ഇങ്ങനെ കുത്തിയിരിപ്പാൻ സാധ്യമല്ല. When the world is groping in darkness, we who have received the light of Jesus, we cannot remain quiet. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. എത്ര പേർക്ക് സ്തോത്രം പറയാൻ How കഴിയും? many people can praise him? ഈ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് കയറാൻ ഒരു കൊറോണയും അനുവദിക്കയില്ല. If you have light within you, he will not allow any corona. ആരാധിക്കുന്ന ഈ മക്കൾ. Praise be to God. Praise the Lord. Praise him. കേറിയാലും അത് ഓടിപ്പോവില്ലേ? If it comes in, it will flee. സ്തോത്രം പറയാനോ? Praise him. കേറിയവരുടെ എല്ലാം ഓടിയില്ലേ? Yes. Hallelujah. എനിക്ക് ആന്റിബോഡിയാ ബോഡിയാ എപ്പോഴാ വന്നത് എനിക്കറിയില്ല. I have antibodies, I don't know when it got into me. Praise the Lord. Hallelujah. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ. Because the hope of glory, Jesus Christ is within me. സ്തോത്രം പറഞ്ഞ ദൈവത്തെ ആരാധിക്കാം. Hallelujah.
ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. No power can defeat me. ഒരു ദുഷ്ടശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ No സാധ്യമല്ല. evil powers can defeat me. എന്റെ ഇരുട്ട് മാറ്റി മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. My darkness was removed and the hope of glory Jesus is within me. വിശ്വാസമുള്ളവരുടെ കരമുയർത്തി If you believe it, raise him. Hallelujah. ഒരു സ്തോത്രം പറയട്ടെ. Hallelujah. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. മാത്യു 4:12 ഒന്ന് വായിച്ചു. Matthew chapter 4 verse 12. Praise the Lord. യോഹന്നാൻ തടവിലായപ്പം എന്ത് കേട്ടാറേ, അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. പിന്നെ നസറത്ത് വിട്ട് സെബാലുവിൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കൂടി കടൽക്കരയുള്ള കപ്പർഹൂമിൽ ചെന്നു പാർത്തു. അടുത്തത് സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയുള്ള യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും എന്ത് കണ്ടു? ഒരു ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം ഒരു വലിയൊരു വെളിച്ചം കണ്ടു. Praise the Lord. The people who were sitting in darkness saw a great light. ആമേൻ. ജാതികളുടെ ഇടയിലും ഒരു വെളിച്ചം പ്രകാശിച്ചു. നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിയാമോ? അവൻ പറഞ്ഞു, ഞാൻ ജീവന്റെ വെളിച്ചം. ലോകത്തെ അവയെ ജീവന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിലല്ല, ജീവന്റെ വെളിച്ചത്തിലാകും. പ്രൈസ് ദി ലോർഡ്. ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലും വന്നു. ജാതികളുടെ ആ ദേശത്ത് അതെ ഒരു വലിയ വെളിച്ചം ഉദിച്ചു. Jesus said, I am the light of the world, I am the light of life. Praise the People Lord. who received him, all their darkness was removed and light shone from them. യോഹന്നാൻ 8:12 Praise the Lord. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. In John chapter 8 verse 12 he says, I am the light of the world. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിലല്ല, ജീവന്റെ വെളിച്ചത്തിൽ. Those who follow me will not walk in darkness but walk in light.